പുതിയ ക്ലാസ്സിലേക്ക് മാറ്റാനാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിന് അതിന് കുഴപ്പമില്ലല്ലോ, പറഞ്ഞല്ലോ. നിങ്ങളെ സംസാരിക്കാൻ പോലും പഞ്ചായത്ത് അംഗം അനുവദിക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക് എന്താ പഞ്ചായത്ത് അംഗത്തെ പേടിയാണോ? ഞങ്ങൾ പറഞ്ഞില്ല പഞ്ചായത്ത് അംഗത്തിന് നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങളെ ഇവിടെ ഇറക്കാൻ? ഒരിക്കലും ഇല്ല. പിന്നെന്തിനാണ് ഞങ്ങളുടെ കൈക്ക് പിടിച്ച് പുറത്തിറക്കുന്നത്? ഞങ്ങളാരും ചെയ്തിട്ടില്ല. CPM-കാരൻ ഞങ്ങള് അത് പറയേണ്ടത് HM അല്ലേ? CPM മെമ്പറാണോ പറയുന്നത്? HM ആണോ? HM അല്ലേ പറയുന്നത്? സംഭവമില്ല. കുട്ടികളെ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ സ്കൂളിലെ SMC ചെയർമാനാണ്. വളരെ കൃത്യമായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട MLA ആയിട്ട് HM-ഉം അതോടൊപ്പം തന്നെ AEO-യും ബന്ധപ്പെട്ടിരുന്നു. അതനുസരിച്ച് ജില്ലാ കളക്ടറെ അദ്ദേഹം ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് റൂമുകളിലേക്ക് കുട്ടികളെ കയറ്റാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അടിയന്തരമായിട്ട് ജില്ലാ കളക്ടർ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി സെഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അല്ല, മാധ്യമങ്ങളെ പുറത്തു പോകണം അല്ല സാർ, മാധ്യമങ്ങൾ പുറത്തു പോകണമെന്ന് പറയാം. അത് പറയേണ്ടത് സ്കൂളിൽ പറയേണ്ടത് ഒരു HM ആണ്. വാർഡ് മെമ്പർ എന്തിനാണ് ഞങ്ങളോട് ഇത് പറയുന്നത്? അതിന് മറുപടി പറ. അല്ല, അങ്ങനെ മാധ്യമ വിലക്ക് ആരും തരത്തില്ല. അല്ല, അത് എൻ്റെ അറിവ് ഒരു മാധ്യമക്കാരൻ മാത്രം വന്നു, ബാക്കിയുള്ളവരെ വെളിയിൽ നിൽക്കുന്നു എന്നുള്ള. അവർക്ക് ആ സമയത്ത് തത്സമയ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വന്നു. എന്തായാലും മാധ്യമ വിലക്കിന് നമ്മൾ അനുകൂലമല്ല. മാധ്യമ വിലക്ക് ഉണ്ടാകില്ല. മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. ഇല്ല, അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ, ഗവൺമെന്റ് സ്കൂളിലെ ഒരു വാർഡ് മെമ്പർ. ആ വാർഡ് മെമ്പർ എന്താണെന്ന് തിരക്ക് നോക്കും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നിങ്ങളെ ആരും തടഞ്ഞില്ല. ആരെങ്കിലും തടഞ്ഞോ? പറയട്ടെ. ഇല്ല, നിങ്ങൾ കൈയേറ്റം ചെയ്ത് നിങ്ങൾ വരുത്തി തീർക്കുകയാണ്. ഇവിടെ ഞാൻ പറയാം, ഈ മാഡം ഉൾപ്പെടെ ഈ മാധ്യമത്തെ ഒരു വനിതാ മാഡമാണ് നിൽക്കുന്നത്. പറയട്ടെ, ആക്ഷേപിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, പറയട്ടെ. നിങ്ങളെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പോഴും ഈ സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിനെ നിങ്ങളാണ് തടസ്സപ്പെടുത്തുന്നത്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വാതിൽക്കൽ ഇരിക്കാനുള്ള എല്ലാ സംവിധാനവും തന്നു. മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമം മാത്രം നിങ്ങളെല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ ബലം പ്രയോഗിച്ച് കയറും എന്ന ഒരു രീതി കാണിച്ചപ്പോഴാണ് പറഞ്ഞത് താങ്കൾ മാത്രമായിട്ട് കയറിയാൽ ബാക്കിയുള്ളവരെ ആക്ഷേപിക്കാൻ തുല്യമാണ്. താങ്കൾ മാറണം. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യും എന്ന പിടിച്ചാക്ഷേപിക്കുന്ന രീതി എടുക്കുന്ന ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അധ്യയനം നടക്കാൻ